ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ പൊടി, കളറ് വേണമെങ്കിൽ കളർ ചേർക്കാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സാധാരണ ചിക്കൻ പൊരിക്കാനുള്ള മസാലകളൊക്കെ തന്നെയാണ് ഇതിലേക്കുള്ള ചേരുവകൾ. വേറെ പ്രത്യേകമായിട്ട് ചേരുവകളൊന്നുമില്ല. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് വന്നതിന് ശേഷം ചിക്കൻ അതിൽ നിന്ന് കോരി മാറ്റുക. ഇനി അടുത്തത് അതിലേക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കുകയാണ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമല്ലി, ഏലം പട്ട പൂവ്, സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂട്ടി ചേർത്തിട്ട് അതിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഉണക്കനാരങ്ങ, കുരുമുളക് പൊടിയല്ല, കുരുമുളക്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ സോസ്, പിന്നെ കബ്സ മസാല. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ താഴെ കരിഞ്ഞു പോകും. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കാനുള്ള അരി കുതിരാൻ വെക്കുകയാണ്. 1.5 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കണം. അതിനിടയിൽ ചിക്കൻ ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കുക. പച്ചമുളക്, ചെറുനാരങ്ങ കട്ട് ചെയ്തതിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു ഏകദേശം വെന്ത് വരണം. അരി നന്നായിട്ട് വേവാനും പാടില്ല, എന്നാൽ പറ്റ കുറയാനും പാടില്ല. ഒരു മീഡിയം വേവിലങ്ങനെ അതിലേക്ക് ആ മസാലേൻ്റെ മുകളിലേക്ക് ഊറ്റിയിട്ടിട്ട് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല. വേണമെങ്കിൽ കുറച്ച് കളറും കൂടി ചേർക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ അടിപൊളി ഹൈദരാബാദി ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ അസ്സലാമു അലൈക്കും, ബൈ.